ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഒരു അടിപൊളി ചട്ടിപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. നമുക്ക് ഇഫ്താറിന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണിത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തത് ഫ്രൈ ചെയ്ത് എടുക്കണം. ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തതാണ്. അത് ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ ഫ്രൈ ആവുന്ന ടൈം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാലക്കുള്ള സവാള കട്ട് ചെയ്യാം. ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതൊക്കെ ചെറുതായി അരിഞ്ഞെടുക്കണം. ഫ്രൈ ചെയ്ത ചിക്കൻ നമുക്ക് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇവയൊക്കെ ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. മസാലയായി മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഇവയൊക്കെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കുക. സവാള നന്നായി വഴണ്ടി വരുമ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും മല്ലിയിലയും ചേർത്ത് നമുക്ക് മസാല ഇവിടെ റെഡിയായി. നമ്മൾ ദോശ വെച്ചാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത്. അതിൻ്റെ ബാറ്റർ തയ്യാറാക്കാനായി 1 കപ്പ് മൈദ, അതിലേക്ക് മൈദക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. കളറിന് ആവശ്യമാണെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം ഇതിലേക്ക്. നമുക്ക് എത്ര ലെയറായിട്ടാണ് ചട്ടിപ്പത്തിരി ആവശ്യമെന്നുള്ളത് നോക്കി നമുക്ക് അതിനനുസരിച്ച് ദോശ ചുട്ടെടുക്കാം. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് 4 കോഴിമുട്ടയും ഉപ്പ്, കുരുമുളക്, അതിൽ ആവശ്യമായി കുറച്ച് പാലും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക.
പാന് ഒന്ന് ചൂടാക്കിയെടുക്കുക. കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മുട്ടയുടെ ബാറ്ററിലേക്ക് നമ്മൾ ചുട്ട് വെച്ച ദോശ എടുത്ത് ഡിപ്പ് ചെയ്ത് പാനിലേക്ക് വെക്കുക. അതിന് മുകളിൽ മസാല ഫില്ല് ചെയ്യുക. വീണ്ടും ദോശ മുട്ടയുടെ ബാറ്റർ ഡിപ്പ് ചെയ്ത് അതിന് മുകളിൽ വെക്കുക. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള അത്ര ലെയറുകൾ ഉണ്ടാക്കാം. ദോശയൊക്കെ ലെയറുകളായി സെറ്റ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന മുട്ടയുടെ ബാറ്റർ ഇതിൻ്റെ എല്ലാ സൈഡുകളിലൂടെയും ഒഴിച്ചു കൊടുക്കുക. 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. പിന്നീട് വേറൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഇത് മറിച്ചിട്ട് മറുപുറവും വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ഈസിയായ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്.